ഹലോ എജു വേൾഡിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പം നമ്മുടെ CSEB ബോർഡ് എക്സാമിൻ്റെ ജൂനിയർ ക്ലർക്ക് ഓർ ക്യാഷ്യർ പോസ്റ്റിലേക്കാണെങ്കിലും മറ്റുള്ള PSC വഴിയുള്ള എക്സാം ആണെങ്കിലും ഇനി വരാനിരിക്കുന്ന JCI ആണെങ്കിലും മറ്റുള്ള എക്സാം ആണെങ്കിലും ഏറ്റവും കൂടുതൽ ചോദിക്കാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ സ്ഥിരമായിട്ട് CSEB അല്ലെ ബോർഡ് എക്സാമിൻ്റെ ജൂനിയർ ക്ലർക്ക് ഓർ ക്യാഷ്യർ പോസ്റ്റിലേക്ക് തുടർച്ചയായി ചോദിച്ചു വരുന്ന ഒരു ഭാഗമാണ് ബാങ്കിങ് റെഗുലേഷൻ ആക്ടിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസുകൾ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ബാങ്കിങ് റെഗുലേഷൻ ആക്ടിൽ ഒരുപാട് സെക്ഷൻസ് ഉണ്ടെങ്കിലും അതിലുള്ള എല്ലാ സെക്ഷനും നമുക്ക് പഠിച്ചു വരിക എന്ന് പറയുന്നത് കുറച്ചൊരു അപ്രായോഗികമല്ല, അല്ലെങ്കിൽ കുറച്ച് ടഫ്നെസ് ആണ്. പക്ഷേ ഈ ഒരു ജൂനിയർ ക്ലർക്ക് ഓർ ക്യാഷ്യർ ചില സെലക്റ്റഡ് ഏരിയാസിൽ നിന്നാണ് പലപ്പോഴും അതുമായി ബന്ധപ്പെട്ട ട്വിസ്റ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാകാറ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിൽ ഇന്ന് നമ്മളത് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ബാങ്കിങ് റെഗുലേഷൻ ആക്ട് 1949 ആണ്. അപ്പോൾ അതിൽ വരുന്നിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് സെക്ഷൻസ് ഒക്കെയാണ് ഇനി വരുന്ന ദിവസങ്ങളിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ നമുക്ക് നോക്കാം. നമുക്കറിയാം ബാങ്കിങ് റെഗുലേഷൻ ആക്ട് അത് പറയുന്നതിന് മുമ്പ് നമുക്കറിയാം നമ്മുടെ കൺട്രിയിൽ രാജ്യത്ത് നിരവധി തരത്തിലുള്ള ബാങ്കുകളുണ്ട്. ഫോർ എക്സാമ്പിൾ കൊമേഴ്ഷ്യൽ ബാങ്ക്, കോപ്പറേറ്റീവ് ബാങ്ക്, റീജിയണൽ ബാങ്കുകൾ, പ്രൈവറ്റ് സെക്ടർ ബാങ്കുകൾ, അതേപോലെ റൂറൽ ബാങ്കുകൾ. സോ ഇവയൊക്കെ എന്താണ്, ആരുടെയോ ഒരു റെഗുലേഷൻസ് പ്രകാരമാണ്, അല്ലെങ്കിൽ ഓരോരുത്തർക്ക് തോന്നിയ വിധമാണോ പ്രവർത്തിക്കുന്നത്? അല്ല, ചില റെഗുലേഷൻ്റെ ബേസിൽ, ചില റൂൾസിൻ്റെ ബേസിൽ, ചില പ്രൊവിഷനുകളുടെ ബേസിലാണ് ഇവയൊക്കെ പ്രവർത്തിക്കുന്നത്. അപ്പോൾ ആരാണ്, അല്ലെങ്കിൽ ഇവരൊക്കെ ആരാണ്, ഇങ്ങനെയാണ് ആരാണ് കൺട്രോൾ ചെയ്യുന്നത്, അല്ലെങ്കിൽ ആരാണ് ഇവർക്ക് ഇത്രയൊക്കെ നമ്മൾ SLR മെയിൻറ്റെയിൻ ചെയ്യണം, ഇത്രയൊക്കെ CRR മെയിൻറ്റെയിൻ ചെയ്യണം, ഡെപ്പോസിറ്റ് ഇത്രമാത്രം നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം, ഇത്ര ഇൻട്രസ്റ്റ് കൊടുക്കണം, മറ്റുള്ള നോൺ ബാങ്കിങ് ബിസിനസ്സുകളൊന്നും നടത്താൻ വേണ്ടി പാടില്ല എന്നൊക്കെ ആരാണ് ഇവരെ റെഗുലേറ്റ് ചെയ്യുന്നത്, ആരാണ് ഈ ഗൈഡൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് ചോദിച്ചിട്ടുണ്ട്. നമ്മുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ് നമ്മൾ അത് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പം ഇവിടെ നമ്മൾ ബാങ്കിങ് റെഗുലേഷൻ ആക്ട് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പം ബാങ്കിങ് റെഗുലേഷൻ ആക്ട് എന്ന് പറയുന്നത് നമുക്കറിയാം 1949 എനാക്ട് ചെയ്തിട്ടുള്ളത്, ഈ നിയമം നിലവിൽ വന്നിട്ടുള്ളത് 16/3/1949. അതായത് ദ ബാങ്കിങ് റെഗുലേഷൻ ആക്ട് 1949 വാസ് എനാക്റ്റഡ് ഓൺ 16th March 1949 ഇത് നിലവിൽ വന്നിട്ടുള്ളത്. എപ്പോഴാണ്? 16/3/1949 ബാങ്കിങ് റെഗുലേഷൻ ആക്ട് നിലവിൽ വന്നിട്ടുള്ളത്. പക്ഷേ ഇതിൻ്റെ പേര് എന്ന് പറയുന്നത് ബാങ്കിങ് റെഗുലേഷൻ ആക്ട് എന്നായിരുന്നില്ല, പകരം ബാങ്കിങ് കമ്പനീസ് ആക്ട് എന്നായിരുന്നു. ബാങ്കിങ് കമ്പനീസ് ആക്ട് 1949 എന്നായിരുന്നു ഇതിൻ്റെ ആദ്യത്തെ ഒരു പേര് എന്ന് പറയുന്നത്. ബാങ്കിങ് റെഗുലേഷൻ ആക്ടിൻ്റെ ആദ്യത്തെ പേരെന്ന് പറയുന്നത് ബാങ്കിങ് കമ്പനീസ് ആക്ട് 1949. അപ്പോൾ എന്താണ്, ഈ ബാങ്കിങ് കമ്പനീസ് ആക്ട് എനാക്ട് ചെയ്തിട്ടുള്ളത് 10ാം നമ്പർ നിയമപ്രകാരമാണ്. 10ാം നമ്പർ നിയമപ്രകാരം 10/3/1949 ഇത് എനാക്ട് ചെയ്തിട്ടുള്ളത്. 10/3/1949 ബാങ്കിങ് കമ്പനീസ് ആക്ട് എനാക്ട് ചെയ്തിട്ടുള്ളത്. ബട്ട് ഇത് നിലവിൽ വന്നിട്ടുള്ളത് 16 മാർച്ച് 1949 ഇത് നിലവിൽ വന്നിട്ടുള്ളത്. അപ്പം നമുക്കറിയാം 1956 വരെ ഇത് ജമ്മു കാശ്മീരിൽ ഈ ഒരു നിയമം അപ്ലിക്കബിൾ അല്ലായിരുന്നു. ബാങ്ക് റെഗുലേഷൻ ആക്ട് അവിടെയുള്ള ബാങ്കുകൾക്കും ആ പ്രൊവിൻഷ്യലുള്ള ബാങ്കുകൾക്കൊന്നും അപ്ലിക്കബിൾ അല്ലായിരുന്നു. ബട്ട് 1965 ഒരു അമെൻമെൻറ്റ് വന്നപ്പോൾ, ബിഗായിട്ടുള്ള ഒരു അമെൻഡ് വന്നപ്പോൾ ആ അമെൻമെൻറ്റിൽ വെച്ചിട്ടാണ് ഇതെന്ത് ചെയ്തത്, അവിടെ ഒരു അപ്ലിക്കബിൾ ആകുകയും പിന്നെ നമ്മുടെ കോപ്പറേറ്റീവ് സൊസൈറ്റീനെ അല്ലെങ്കിൽ കോപ്പറേറ്റീവ് ബാങ്കുകൾ ഈ ഒരു നിയമത്തിൻ്റെ പരിധിയിൽ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ 1/3/1966 1/3/1966 ബാങ്കിങ് റെഗുലേഷൻ ആക്ട് കോപ്പറേറ്റീവ് ബാങ്കുകൾക്കും കൂടി അപ്ലിക്കബിൾ ആയിട്ടുള്ളത്. അതായത് ഈ ബാങ്കിങ് റെഗുലേഷൻ ആക്ട് പാർട്ട് 5 സെക്ഷൻ 56 കോപ്പറേറ്റീവ് ബാങ്കിന് നിയമമാണെന്ന് പറഞ്ഞിട്ടുള്ളത്. അതേപോലെ ഇതിൽ ഈ ബാങ്കിങ് റെഗുലേഷൻ ആക്ടിൽ ടോട്ടൽ 56 സെക്ഷൻസ് ആണുള്ളത്. 5 പാർട്ടായിട്ടാണ് ഇതിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പം നമുക്കതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് ഈ കാര്യങ്ങളൊന്ന് നോക്കാം എന്തൊക്കെയാണെന്നുള്ളത്. അതായത് ദ ബാങ്കിങ് റെഗുലേഷൻ ആക്ട് ഇവിടെ എനാക്റ്റഡ് ആണെന്ന് വെച്ചിട്ട് മിസ്റ്റേക്കാണ്. കെയിം ഇൻ ടു ഫോഴ്സ് ഓൺ, അവിടെ നമ്മൾ എനാക്റ്റഡ് എന്നുള്ളത് മാറ്റിയിട്ട് നിങ്ങൾ കെയിം ഇൻ ടു ഫോഴ്സ് നോക്കുക. കെയിം ഇൻ ടു ഫോഴ്സ് ഓൺ 16th March 1949
to consolidate the regulatory laws relating to banking and also to define the transaction that can be carried out the commercial bank in the country and to bring all commercial bank into its folds. അപ്പോൾ 16 മാർച്ച് 1949 നിലവിൽ വന്നിട്ടുള്ള നിയമത്തിൽ എന്താ പറയുന്നത്, എന്തൊക്കെ കാര്യങ്ങളാണ്, എന്തൊക്കെ ബിസിനസ്സാണ് ഒരു ബാങ്ക് നടത്തേണ്ടത്, ഒരു കൊമേഴ്ഷ്യൽ ബാങ്ക് എന്തൊക്കെ ബിസിനസ്സാണ് നടത്തേണ്ടത്, അതേപോലെ എല്ലാ ബാങ്കുകളെയും ഒരു കുടക്കീഴിൽ അല്ലെങ്കിൽ എല്ലാ ബാങ്കുകളും ഒരുമിച്ച് പോകുക എന്ന് പറയുന്നതാണ് ആ ഒരു നിയമത്തിൽ മെയിനായിട്ട് പറയുന്നത്. Though the Banking Regulation Act was in existence, it was not applicable to the cooperative bank a long time. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. 1956 വരെ എന്തല്ലായിരുന്നു, ഇത് ഒരു ഇവിടെ കോപ്പറേറ്റീവ് ബാങ്കുകൾക്ക് അപ്ലിക്കബിൾ അല്ലായിരുന്നു. But when the deposits started increasing in the cooperative sector, BR Act was made and applicable to cooperative bank also with the effect from 1st March 1966 with a nomenclature BR Act as applicable to cooperative society. ഇപ്പോൾ കോപ്പറേറ്റീവ് സെക്ടറുകളിൽ നമ്മൾ ഡെപ്പോസിറ്റ് ഇൻക്രീസ് ചെയ്യാൻ കൂടി തുടങ്ങിയപ്പോൾ ബാങ്കിങ് റെഗുലേഷൻസ് ആക്ട് 1 മാർച്ച് 1966 മുതൽ ആർക്കും കൂടി അപ്ലിക്കബിളായി, കോപ്പറേറ്റീവ് ബാങ്കുകൾക്കും കൂടി അപ്ലിക്കബിളായി, അങ്ങനെയാണ് പറയുന്നത്. The Act gives supervisory and regulatory powers to RBI over the cooperative bank. മറ്റുള്ള ബാങ്കുകളെ പോലെ തന്നെ നമ്മുടെ കൊമേഴ്ഷ്യൽ ബാങ്കുകളെ പോലെ തന്നെ ഈ കോപ്പറേറ്റീവ് ബാങ്കുകളെ കൺട്രോൾ ചെയ്യാനും റെഗുലേറ്റ് ചെയ്യാനുമുള്ള പവർ ആർക്കുണ്ട്, RBIക്ക് ഉണ്ട്. But basically, all cooperative banks are registered under the Cooperative Societies Act, and therefore the powers regarding incorporation, management, election to the board of the director still rest with the Registrar of Cooperative Society of the state or center concerned. But എന്താ പറയുന്നത്, നമ്മുടെ കോപ്പറേറ്റീവ് ബാങ്കുകൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് പ്രകാരമാണ്. അപ്പോൾ അതിൻ്റെ ഇൻകോർപ്പറേഷൻ, അതേപോലെ മാനേജ്മെൻറ്റ്, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്, അങ്ങനെയുള്ള ഇലക്ഷൻ്റെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എല്ലാം സ്റ്റിൽ അതിൻ്റെ അധികാരം എന്ന് പറയുന്നത് കോപ്പറേറ്റീവ് സൊസൈറ്റിയിലെ രജിസ്ട്രാറാണ്. അപ്പോൾ സ്റ്റേറ്റുമായി ബന്ധപ്പെട്ടുള്ളതാണ്, സെൻറ്ററുമായിട്ട് കൺസേൺഡ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കോപ്പറേറ്റീവ് ബാങ്ക് എന്ന് പറയുന്നത് ഡ്യുവൽ കൺട്രോൾ സിസ്റ്റത്തിലാണ്. കാരണം മോണിറ്ററി ടേംസിലുള്ള കാര്യങ്ങൾ നോക്കുന്നത്, ഡെപ്പോസിറ്റുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നോക്കുന്നത് ആരാണ്, RBIയും. മറ്റുള്ള കാര്യങ്ങൾ നോക്കുന്നത്, അതായത് നമുക്ക് പറയാം പൂർണ്ണമായും RBIയുടെ കീഴിലല്ലെങ്കിലും മറ്റുള്ള കാര്യങ്ങൾ, അതായത് മോണിറ്ററിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ RBIയുടെ പെർമിഷൻ വേണമെങ്കിലും അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ സ്റ്റിൽ തീരുമാനിക്കുന്ന ആരാണ്, രജിസ്ട്രാർ ഓഫ് ദ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആണ്. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് ഈ ബാങ്കിങ് റെഗുലേഷൻ ആക്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തിനു വേണ്ടിയിട്ടായിരിക്കും ബാങ്കിങ് റെഗുലേഷൻ ആക്ട്? ഒന്നെന്ന് പറഞ്ഞാൽ ടു സേഫ് ഗാർഡ് ദ ഇൻട്രസ്റ്റ് ഓഫ് ഡെപ്പോസിറ്റേഴ്സിൻ്റെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതേപോലെ ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ സൗണ്ട്നെസ് ഉറപ്പാക്കാൻ വേണ്ടിയിട്ട്, അതേപോലെ to attune the monetary and credit system of the larger interest and priority of the nationസിൻ്റെ പ്രയോറിറ്റി എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ട് മോണിറ്ററി സിസ്റ്റത്തിൻ്റെ പ്രയോറിറ്റി എൻഷുർ ചെയ്യാൻ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് മെയിനായിട്ടും ഇതിൻ്റെ ഫങ്ഷൻസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഫീച്ചേഴ്സ്, അല്ലെങ്കിൽ ഈ ആക്ടിൽ എയിം ചെയ്യുന്നത്. അപ്പം നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്നും കൂടി നമുക്ക് റിവൈൻഡ് ചെയ്ത് നോക്കാം. ദി ആക്ട് വാസ് ഒറിജിനലി ഇൻ ഫോഴ്സ് ഫ്രം 16th March 1949 as the Banking Companies Act 1949. It was amended, renamed as Banking Regulation Act 1949. അപ്പോൾ ഇത് നമുക്ക് പറയാം ബാങ്കിങ് റെഗുലേഷൻ ആക്ട് 1949 1 മാർച്ച് ബാങ്കിങ് റെഗുലേഷൻസ് ആക്ട് 1949 എപ്പോഴാണ് നിലവിൽ വന്നിട്ടുള്ളത്? 16/3/1949. അപ്പോൾ അതിന് മുൻപ് എനാക്ട് ചെയ്തിട്ടുള്ളത് 10/3/1949. ബാങ്കിങ് റെഗുലേഷൻ ആക്ടിൻ്റെ ആദ്യത്തെ പേര് എന്ന് പറയുന്നത് എന്താണ്? ബാങ്കിങ് കമ്പനീസ് ആക്ട് ആണ്. ഇത് കോപ്പറേറ്റീവ് സൊസൈറ്റികൾക്ക് അപ്ലിക്കബിൾ ആയിട്ടുള്ളത് 1/3/1966 മുതലാണ്. സെക്ഷൻ 56 സെക്ഷൻ 56 പാർട്ട് 5 BR ആക്ട് വാസ് മെയ്ഡ് അപ്ലിക്കബിൾ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് അണ്ടർ ദ പ്രൊവിഷൻ ഓഫ് സെക്ഷൻ 56. അപ്പോൾ സെക്ഷൻ 56 പ്രകാരമാണ് ബാങ്ക് റെഗുലേഷൻ ആക്ട് ഈ കോപ്പറേറ്റീവ് സൊസൈറ്റികൾക്ക് കൂടി അപ്ലിക്കബിൾ ആകുന്നത്. ആസ് പെർ ദിസ് എ കോപ്പറേറ്റീവ് ബാങ്ക് മീൻസ് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്, സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്ക് ഓർ പ്രൈമറി കോപ്പറേറ്റീവ് ബാങ്ക്. നമുക്കിതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്ഷൻസും അല്ലെങ്കിൽ പ്രൊവിഷൻസും നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം.
സെക്ഷൻ 1 എന്ന് പറഞ്ഞാൽ ദ ആക്ട് എക്സ്റ്റെൻഡ് ടു ഓൾ ഓഫ് ഇന്ത്യ ആൻഡ് 1/3/1966 1/3/1966 മുതൽ ഇതെന്താണ് ഇന്ത്യയിൽ എല്ലായിടത്തും അപ്ലിക്കബിൾ ആണ്. നമ്മൾ പറഞ്ഞു 1956 വരെ ജമ്മു കാശ്മീരിൽ അപ്ലിക്കബിൾ അല്ലായിരുന്നു. അതിനുശേഷം 1965 ഒരു അമെൻമെൻറ്റ് വന്നു. അപ്പോൾ അതിന് ശേഷം എന്താണ് ഇത് ഒരു ആക്ട് എന്ന് പറയുന്നത് എല്ലായിടത്തും അപ്ലിക്കബിൾ ആയി എന്നാണ് പറയുന്നത്. അപ്പോൾ സെക്ഷൻ 1 എന്ന് പറഞ്ഞാൽ ഈ ഒരു ആക്ട് അപ്ലിക്കബിൾ ആവുകയാണ് ചെയ്യുന്നത്. ഇനി നത്തിങ് ഇൻ ദിസ് ആക്ട് ഷാൽ ബി അപ്ലൈഡ് ടു സർട്ടൻ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആസ് Nothing in this act shall apply to certain cooperative societies, PACs, LDB and other cooperative society except in the manner to the extent in the specified. അപ്പോൾ ഇതിൽ എന്താണ് ഇതിലെ ആക്ട് നത്തിങ് ഇൻ ദിസ് ആക്ട് ഷാൽ ബി അപ്ലൈഡ് ടു സർട്ടൻ കോപ്പറേറ്റീവ് സൊസൈറ്റികൾക്കൊന്നും നമ്മളെ PCAC LDBക്കൊന്നും ഇതെന്തല്ല ഇതിൻ്റെ ബാധകമല്ല ആസ് പെർ സെക്ഷൻ 3. ഇനി നമുക്ക് നോക്കാം ബാങ്കിങ്ങിൻ്റെ ഡെഫിനിഷൻ പറഞ്ഞിരിക്കുന്നതാണ്. പ്രൊവിഷൻ 1 നമ്മൾ പറഞ്ഞിരിക്കുന്നത്, സെക്ഷൻ 1 നമ്മൾ പറഞ്ഞിരിക്കുന്നത് ഡെഫിനിഷൻ ബാങ്കിങ്. എന്താണ് ബാങ്കിങ് എന്ന് പറഞ്ഞാൽ ഏത് സെക്ഷനിലാണ് പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ചിട്ട് ബാങ്കിങ് റെഗുലേഷൻ ആക്ടിൻ്റെ സെക്ഷൻ 5 സബ് ക്ലോസ് 1 ക്ലോസ് ബിയിലാണ് പറഞ്ഞിരിക്കുന്നത്. 5 ബിയിലാണ് എന്തെന്ന് പറഞ്ഞിരിക്കുന്നത് ബാങ്കിങ്ങിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. എന്താണ് ബാങ്കിങ്, എന്താണ് ബാങ്കിങ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാങ്കിങ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദ ആക്സെപ്റ്റിംഗ് ഫോർ ദ പർപ്പസ് ഓഫ് ലെൻഡിങ്. നമുക്കറിയാം, നമ്മൾ ഓൾറെഡി ഒരു ബാങ്കിങ്ങിൻ്റെ ഒരു ഡെഫിനിഷൻ പഠിച്ചാണ്. എന്താണ് ബാങ്ക്സ്, എന്താണ് ബാങ്കിങ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളൊരു ഡെഫിനിഷൻ പഠിച്ചാണ്. എന്താണ് ബാങ്കിങ്, അത് എവിടെയാണ് പറഞ്ഞിരിക്കുന്നത് മറക്കരുത്. എന്താണ് ബാങ്കിങ് റെഗുലേഷൻ ആക്ട് 1949 5B സെക്ഷൻ 5B അത് സെക്ഷൻ 5 ക്ലോസ് 1 ക്ലോസ് ബിയിലാണ് പറഞ്ഞിരിക്കുന്നത്. എന്താ ബാങ്കിങ് എന്ന് പറഞ്ഞാൽ ദ ആക്സെപ്റ്റിംഗ് ഫോർ ദ പർപ്പസ് ഓഫ് ലെൻഡിങ്. എന്താണ് മണി ആക്സെപ്റ്റ് ചെയ്യുന്നു ഫോർ വാട്ട് പർപ്പസ്, ഫോർ ദ പർപ്പസ് ഓഫ് ലെൻഡിങ് ഓർ ഇൻവെസ്റ്റ്മെൻറ്റ്. മണി എന്തിനാണ് ആക്സെപ്റ്റ് ചെയ്യുന്നത്? ആസ് എ ഡെപ്പോസിറ്റ് ഫ്രം ദ പബ്ലിക്കിൽ ആക്സെപ്റ്റ് ചെയ്യുന്നു. Accepting for the purpose of lending or investment, money received as in the form of lending, as in the form of depositing. For what purpose? For the purpose of lending. എന്താണ് ഓഫ് ദ ഡെപ്പോസിറ്റ് ഓഫ് മണി ഫ്രം പബ്ലിക്. ആരെന്താ ഡെപ്പോസിറ്റ് വാങ്ങിക്കുന്നത്? പബ്ലിക്കിൽ നിന്ന് ഡെപ്പോസിറ്റ് വാങ്ങിക്കുന്നു. എന്നിട്ട് എങ്ങനെയാണ് റീപേ ചെയ്യുന്നത്? റീപേബിൾ ഓൺ ഡിമാൻഡ് ഓർ അതർവൈസ്, വിഡ്രോവൽ ബൈ ചെക്ക്, ഡ്രാഫ്റ്റ് ഓർഡർ ഓർ അതർവൈസ്. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ബാങ്കിങ് എന്ന് പറയുന്നത്. ജനങ്ങളിൽ നിന്ന് പബ്ലിക്കിൽ നിന്നും ഡെപ്പോസിറ്റ് ആക്സെപ്റ്റ് ചെയ്തുകൊണ്ട് അവർക്ക് തന്നെ റീപേ ചെയ്ത് കൊടുക്കുന്നു. ഇൻ ദ ഫോമിൽ ഐദർ ഓൺ ഡിമാൻഡ് ഓർ അതർവൈസ്, ഇൻ ദ ഫോം ഓഫ് ചെക്ക് ആവാം, ഡ്രാഫ്റ്റ് ആവാം, ഓർഡർ ആവാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മുഖേനയോ പേ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെയാണ് ബാങ്കിങ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ സെക്ഷൻ 5 സബ് ക്ലോസ് 1C പറഞ്ഞിരിക്കുന്നത് ബാങ്കിങ് കമ്പനീസിനെ കുറിച്ചിട്ടാണ്. കമ്പനീസ്. അപ്പോൾ 5B ഓർക്കണം. 5B എന്ന് പറയുന്നത് ബാങ്കിങ്ങും 5C ആണെങ്കിൽ ബാങ്കിങ് റെഗുലേഷൻ ആക്ടിലുള്ള കമ്പനിയെ കുറിച്ചിട്ടുമാണ് പറയുന്നത്. കമ്പനിയാണ് അത് എനി കമ്പനി വിച്ച് ട്രാൻസാക്ട് ദ ബിസിനസ് ഓഫ് ബാങ്കിങ് ഇൻ ഇന്ത്യ. അതായത് എന്താണ് ബാങ്കിന് എന്താ വ്യത്യാസം എന്ന് വച്ചിട്ടുണ്ടെങ്കിൽ ബാങ്കിങ്ങിനെ കൂടാതെ നമ്മളിപ്പോൾ പറയുമ്പം ബാങ്കിൻ്റേതായിട്ടുള്ള ഫംഗ്ഷൻ മാത്രമേ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ആക്സെപ്റ്റിംഗ് ഡെപ്പോസിറ്റ് ആൻഡ് ലെൻഡിങ് ദ മണി എന്ന് മാത്രമേ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ബട്ട് ഈ ഒരു ബാങ്കിനെ കൂടാതെ തന്നെ ബാങ്കിങ് കമ്പനിക്ക് എന്ത് ചെയ്യാം? വേറെയും ബിസിനസ് എൻകറേജ് ചെയ്യാൻ വേണ്ടി പറ്റും. അതാണ് പ്രത്യേകത എന്ന് പറഞ്ഞാൽ വേറെയും ബിസിനസ് എൻഗേജ്മെൻറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ബാങ്കിങ് ഇൻക്ലൂഡിങ് ബാങ്കിങ് ട്രാൻസാക്ഷൻസ്, ബാങ്കിങ്ങിൻ്റെ ആ പ്രവർത്തനങ്ങളെ കൂടാതെ തന്നെ മറ്റുള്ള ബിസിനസ്സും എൻഗേജ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ ബാങ്കിങ് കമ്പനി എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത് കോപ്പറേറ്റീവ് ബാങ്കിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് സെക്ഷൻ 5 ക്ലോസ് CCIയിലാണ് പറഞ്ഞിരിക്കുന്നത്. അതിൽ പ്രൈമറി കോപ്പറേറ്റീവ് ബാങ്കിനെ കുറിച്ചാണ്. സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്, സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്ക്,
അതിനെക്കുറിച്ചിട്ടാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഡെഫിനിഷൻ പ്രൈമറി കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ എന്താണ് ബാങ്ക് ഈസ് എന്താണ് പ്രൈമറി കോപ്പറേറ്റീവ് ബാങ്ക് എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ ഓൾറെഡി ഡെഫിനിഷനിൽ പഠിക്കുന്നതാണ്. എ കോപ്പറേറ്റീവ് സൊസൈറ്റി വിച്ച് ആക്സെപ്റ്റ് ഡെപ്പോസിറ്റ് ഫ്രം പബ്ലിക് മെമ്പേഴ്സ് ആൻഡ് നോൺ മെമ്പേഴ്സ് യൂട്ടിലൈസ് ദീസ് ലെൻഡിങ്. ഇതൊക്കെ നമ്മൾ ഓൾറെഡി എന്താണ് നമ്മൾ പഠിക്കുന്നതാണ്. ഇനി ഒരു ബാങ്കിൻ്റെ നമ്മളിപ്പോൾ ബാങ്കിങ് എന്താണെന്ന് പഠിച്ചു, ബാങ്കിങ് കമ്പനി എന്താണെന്ന് പഠിച്ചു അല്ലേ. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ഒരു എസെൻഷ്യൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ ബാങ്ക്, ഒരു ബാങ്കിൻ്റെ എസെൻഷ്യൽ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ്, ബാങ്കിൻ്റെ എസെൻഷ്യൽ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തൊക്കെയാണ്? ആക്സെപ്റ്റിംഗ് ഓഫ് ഡെപ്പോസിറ്റ് ഫ്രം ദ പബ്ലിക് ഓൺ ഡിഫറെൻറ്റ് വൈസ് ഓഫ് അക്കൗണ്ട്സ്. നമുക്കറിയാം ഡിഫറെൻറ്റ് അക്കൗണ്ട്സ്, നമുക്ക് ഓൾറെഡി പല അക്കൗണ്ടുകൾ അറിയാം. സേവിങ്സ് അക്കൗണ്ട്, കറണ്ട് അക്കൗണ്ട്, ഫിക്സഡ് ഡെപ്പോസിറ്റ് അക്കൗണ്ട്, ഗാസ് അക്കൗണ്ട് എന്നൊക്കെ പല അക്കൗണ്ടുകൾ അറിയാം. അപ്പോൾ എന്ത് ഫോമിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ഡെപ്പോസിറ്റ് ആക്സെപ്റ്റ് ചെയ്യുന്നു. അതേപോലെ വിഡ്രോവൽ നമ്മൾ അലോ ചെയ്ത് കൊടുക്കുന്നു. ഇതൊക്കെ ഫോമിലാണ്. ചെക്ക് ആവാം, ഡിമാൻഡ് ഡ്രാഫ്റ്റ് ആവാം, ഓർഡേഴ്സ് ആവാം. അതേപോലെ എന്താണ്? യൂട്ടിലൈസേഷൻ ഓഫ് ഡെപ്പോസിറ്റ് ആൻഡ് ഫോർ ദ പർപ്പസ് ഓഫ് ലെൻഡിങ് ഓർ ഇൻവെസ്റ്റ്മെൻറ്റ്. അപ്പോൾ ഈ എന്താണ് നമുക്ക് കിട്ടുന്ന ഡെപ്പോസിറ്റ് എന്തിൻ്റെ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്? ഫോർ വാട്ട് പർപ്പസ്? വി ആർ ഗിവിങ് ഇൻ ദ ലോൺസ്. പിന്നെ മറ്റുള്ള സബ്സിഡിയറി, അതായത് പ്രിൻസിപ്പൽ ആക്ടിവിറ്റീസ്. എന്നാൽ ഈ പ്രിൻസിപ്പൽ ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞാൽ ആക്സെപ്റ്റിംഗ് ഡെപ്പോസിറ്റ് ആൻഡ് ലെൻഡിങ് മണി. ലെൻഡിങ് മണിയാണ് നമ്മുടെ പ്രിൻസിപ്പൽ ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ പ്രിൻസിപ്പൽ ആക്ടിവിറ്റീസ് ഓഫ് എ ബാങ്ക് എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ കൂടാതെ തന്നെ സബ്സിഡിയറി സർവീസസും ഒരു ബാങ്ക് പെർഫോം ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ ബാങ്ക് എന്ന് പറയുന്നത്. അപ്പോൾ പെർഫോമൻസ് ഓഫ് ബാങ്കിങ് ബിസിനസ് ഇസ് ദ മെയിൻ ബിസിനസ് യൂസിങ് ദ ടേം ബാങ്ക്, ബാങ്കർ ഓഫ് ബാങ്കിങ് കമ്പനി ആസ് എ പാർട്ട് ഓഫ് ദ നെയിം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എന്താ പറയുന്നത്, ഒരു ബാങ്കിങ് അല്ലെങ്കിൽ ബാങ്ക് എന്ന് പറയുന്നതിൻ്റെ ഡെഫിനിഷനായിട്ട് നമ്മൾ പറയുന്നത് ഈ ഒരു കാര്യമാണ്. അപ്പോൾ ഈ ഒരു കാര്യമാണ് ഫസ്റ്റ് പ്രൊവിഷനിൽ നമ്മൾ പറയുന്നത്. പിന്നെയും ബാങ്കിങ് റെഗുലേഷൻ ആക്ട് കുറേയധികം പ്രൊവിഷൻസ് ഉണ്ട്. സെക്ഷൻ 1 അല്ലെങ്കിൽ സെക്ഷൻ 2 എന്നൊക്കെയുണ്ട്. അതിൽ സെക്ഷൻ 1 എന്ന് പറയുന്ന ഡെഫിനിഷൻ ഓഫ് ബാങ്കിങ് ആണ്. 2 എന്ന് പറയുന്നത് എന്താണ്? ഫോംസ് ഓഫ് ബിസിനസ് ആണ്. 3 എന്ന് പറയുന്നത് പ്രൊവിഷൻ ഓഫ് ക്യാപിറ്റൽ, 4 മാനേജ്മെൻറ്റ്. അങ്ങനെ ഒരുപാട് നമുക്ക് ഇതുണ്ട്. അപ്പോൾ ഈ ഒരു എന്താണ് നമ്മുടെ അതിലൊരു പോയിന്റ് നമ്മൾ പറയാൻ വിട്ടുപോയത്, നമ്മുടെ എന്താണ് ബാങ്കിങ് അത് സെൻട്രൽ ബാങ്കിങ് എൻക്വയറി കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ പ്രകാരമാണ് നമ്മുടെ 16 മാർച്ച് 1949 ബാങ്കിങ് റെഗുലേഷൻ ആക്ട് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഇതിൻ്റെ ഒറിജിനൽ പേര് എന്ന് പറയുന്നത് ബാങ്കിങ് കമ്പനീസ് ആക്ട് എന്നായിരുന്നു. അപ്പോൾ അത് നിങ്ങൾ ഓർത്ത് വെക്കും. ഇനി നമുക്കിതിൻ്റെ ഒബ്ജക്റ്റീവ്സ് നമ്മൾ കണ്ടു, ഫീച്ചേഴ്സ് നമ്മൾ കണ്ടു. ഇനി ബാക്കിയുള്ള കാര്യങ്ങളുമായി നാളെ കാണാം. അതുവരേക്കും ബൈ.